പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണർകാടാണ്. മണർകാട് പള്ളിക്ക് സമീപത്താണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ KSEBയുടെ കെട്ടിടം കണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ, സാധാരണ നമ്മളിതുവരെ അങ്ങനെ ഓരോ പരിപാടിക്കൊന്നും കണ്ടിട്ടില്ല. സർക്കാരിൻ്റെ ഒരു സ്ഥാപനമല്ലേ. പക്ഷേ ഇതെന്താണെന്നറിയാൻ വേണ്ടി നമുക്കിങ്ങോട്ടൊന്ന് കയറാം. മണർകാട് പള്ളിയിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്നാണ് KSEBയുടെ ഓഫീസ്. അപ്പോൾ ഇവിടെ ഒരുപാട് ലൈറ്റും അതുപോലെ അനൗൺസ്മെൻറ്റും ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകളും ഒക്കെ കണ്ടുകൊണ്ട് ഇതുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. KSEBയുടെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ അതിലേ പോകുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കും. ഇതുപോലെയുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ മണർകാട് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങളാണ്. അതുപോലെ ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകളുമുണ്ട്. അപ്പം വൈദ്യുതി മൂലം ഉണ്ടാകുന്ന ഒരുപാട് അപകടത്തെപ്പറ്റി പൊതുജനങ്ങൾക്കൊരു മുന്നറിയിപ്പായിട്ടാണ് ഈ ബോർഡുകളെല്ലാം ഇവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കയറി ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് അവരോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം KSEBയുടെ പരസ്യം ഒന്ന് കേൾക്കാം. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിന് KSEB മണർകാട് സെക്ഷന്റെ ആശംസകൾ. ദയവായി ശ്രദ്ധിക്കൂ. വൈദ്യുതി നമുക്കേറെ ഉപകാരിയാണ്. എന്നാൽ ശ്രദ്ധിക്കാതെ ഉപയോഗിച്ചാൽ വലിയ അപകടകാരി. വീട്ടിലെ എല്ലാ ഇലക്ട്രിക് സർക്യൂട്ടുകളും ഗുണനിലവാരമുള്ള എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അഥവാ ELCBയുമായി ബന്ധിപ്പിച്ചിരിക്കണം. ELCB ഉണ്ടെങ്കിൽ നിത്യവും ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, TV, ഇലക്ട്രിക് അയൺ തുടങ്ങിയവയിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന വൈദ്യുത ഷോക്ക് ഒഴിവാക്കാനാവും. വീട്ടിലെ വയറിംഗ് എർത്ത് ചെയ്തിരിക്കണം. അതുപോലെ എർത്തിങ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരിക്കുകയും വേണം. പുതിയ വാനം, പുതിയ ഭൂമി, ഉണരുമൂർജം, വിജയനാളം. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകട വാർത്തകളാണ് നമ്മൾ മിക്ക ദിവസവും പത്രത്തിൽ കാണുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായ പിടിപാടൊന്നുമില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അപകടത്തിൽപ്പെടുന്നത്. ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്നൊക്കെ ഷോക്കേറ്റ് മരിച്ചെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മിക്ക ദിവസങ്ങളിലും വാർത്തകളിൽ കാണാം. അപ്പം ഇതിൻ്റെ 2ാം നിലയിലാണ് ഓഫീസ്. മണർകാട് സെക്ഷൻ ഓഫീസിലേക്ക് സ്വാഗതം. നല്ല പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. എല്ലാം ലൈറ്റും കൂടെ വന്നപ്പം നല്ല രസം. വൈദ്യുതാഘാതമേറ്റ ആളിനെ ഉണങ്ങിയ തടികഷ്ണം പോലെ വൈദ്യുതി പ്രവഹിക്കാത്ത വസ്തു ഉപയോഗിച്ച് മാത്രം വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്തേണ്ടതാണ്. കട്ടർ, ഡ്രിൽ, ബെൽറ്റ്. നമസ്കാരം. നമ്മുടെ ഈ ലേറ്റസ്റ്റ് ഞാനിപ്പോൾ മണർകാട് പള്ളി വരെ പോയിട്ട് വന്നതാണ്. അന്നേരമാണ് ഇവിടുത്തെ KSEBയുടെ അലങ്കാരങ്ങളൊക്കെ കണ്ട്. ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകളും എല്ലാം ഇവിടെ കണ്ട്. ഇതെന്താ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പൊതുജനങ്ങളെ കൂടുതലായിട്ട് അവബോധമുള്ള ആൾക്കാരാക്കി എടുക്കുക. നല്ല രീതിയിൽ അവർക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അറിവിലേക്ക് വേണ്ടി ചെയ്തതാണ്. ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് ഒത്തിരി ഉപകാരമുള്ളൊരു ഇതാണ്. സാറിന്റെ പേരെന്നായിരുന്നു? എൻ്റെ പരിസ്ഥിതി എവിടെ താമസിക്കുന്നത്? ഇത് എത്ര ദിവസം ഉണ്ടായിരുന്നു? പെരുന്നാൾ പ്രമാണിച്ചതാണ് അതിന്റെ മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം പെരുന്നാളിനോട് മുന്നോടിയായിട്ട് തന്നെ വെച്ചതാണ്. നമസ്കാരം. പേരെന്നായിരുന്നു? ലൈജു. എവിടെ താമസിക്കുന്നത്? ഞാൻ പുതുപ്പള്ളി. അപ്പൊ ഞാനിതിലെ വന്നപ്പോഴാണ് ഈ ബോർഡ് കണ്ടത്. കൂടുതൽ ഇത് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കണ്ടത്. അതെ, നമ്മള് മണർകാട് പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വഴിക്ക് പോകുന്നവരാണ്. ഇപ്പൊ ഈ അവയർനെസിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തപ്പം തന്നെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വണ്ടിയെ നിർത്തി വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ ഉണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മേഖല അപകടരഹിതമാക്കണം. ആ രീതിയിൽ KSEBയുടെ മുഴുവൻ തൊഴിലാളികളും, അതായത് നാട്ടുകാർക്ക്
സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി സുരക്ഷ എന്താണെന്ന് അവരെ മനസ്സിലാക്കി ഒരു ജീവൻ പോലും പൊലിയാൻ പാടില്ല. നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഇത് വേറെങ്ങും ഇതുവരെ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. KCB എങ്ങും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഇല്ലല്ലേ, ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാനിപ്പോ അവിടെ വന്നപ്പോ കേട്ട അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം പത്രം എടുത്ത് നോക്കിയാൽ മിക്ക ദിവസം ഇതൊക്കെ കേൾക്കാനുള്ളൂ. കാരണം തോട്ടി ലൈനെ മുട്ടുന്നു, അതുപോലെ വീട്ടമ്മയ്ക്ക് ഷോക്ക് ഏറ്റുന്നു, വീടുകളിൽ നിന്ന് ഒരുപാട് പേർക്ക് അതൊക്കെ കാണുന്നത്. നമ്മൾ ഇതിന്റെ കൂടെ ഈ അനൗൺസ്മെന്റിന്റെ കൂടെ തന്നെ നമ്മൾ ചിത്രങ്ങൾ, കാർട്ടൂൺ ചിത്രങ്ങളും, അതായത് പെട്ടെന്ന് ആൾക്കാർക്ക് അത് ഈ ചില ആൾക്കാർക്ക് 11 kV എന്താണ്, ഈ LT എന്താണെന്ന് അറിയില്ല. അവരുടെ വിചാരം ഇപ്പോഴും ചില ആൾക്കാരുടെ എല്ലാം വിചാരം കണ്ടത്തിക്കൂടെ പോകുന്ന ടവർ ലൈനാണ് 11 kV എന്നുള്ളതാണ്. അത് 220-ഉം 110-ഉം 66 അങ്ങനെ 66 220-ഉം 110 ലൈനുകളാണ് കടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ റോഡിൽ കൂടെ തന്നെ ഒക്കെ വേറെ പോകുന്നുണ്ട്, 63-ന്റെ ഒക്കെ ലൈനുകൾ പോകുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് കൃത്യമായിട്ടും അറിയില്ല. പ്രത്യേകിച്ച് ഈ മരം മുറിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വിചാരം ഇത് വന്ന് ഒരു കമ്പിയിലോട്ട് വിട്ടുകഴിഞ്ഞാൽ ഒന്ന് ഷോർട്ടിലായിട്ട് ഇങ്ങനെ പീസ് പോകുമായിരിക്കും, അല്ലെങ്കിൽ കമ്പി പൊട്ടുമായിരിക്കും. പക്ഷേ ഇത് പൊട്ടിയുള്ള അപകടം എന്താണെന്ന് വലിയ അപകടമാണ്. പ്രവഹിക്കുന്ന 11 kV ആണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മാക്സിമം നമ്മൾ, അതായത് നമ്മുടെ ഇതിനകത്ത് ഞങ്ങൾക്ക് സേഫ്റ്റിയിൽ ഒത്തിരി കാര്യങ്ങൾ KCB ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. അതുപോലെ ട്രെയിനിങ് കൂടാതെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ ശരിക്കും ഒരു എല്ലാ രീതിയിലും നല്ല സുരക്ഷയോട് പണി ചെയ്യാൻ വേണ്ടി, ജോലി എടുക്കാൻ വേണ്ടി അവർ നമ്മളെ പ്രാക്ടീസ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങള് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും ഞങ്ങളുടെ മേഖലയിൽ ഒരു അപകടം പോലും ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ, സുരക്ഷാ വാരാചരണം ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു 25-ലെ ഒരു സുരക്ഷാ സംവിധാനമായിട്ടാണ് ഞങ്ങളും വന്നത്. അപ്പം അങ്ങനെ പോകുന്നു. എല്ലാവരും കൂടി നമ്മൾ സഹകരിച്ചാണ് ഇത് ചെയ്തത്. നമ്മുടെ ഇതിന് പ്രത്യേകം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ AXCM AE ആണ്. അവര് ഈ കഴിഞ്ഞ ദിവസം ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് 2 സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഉടനെ വരും. അവര് താമസിക്കും. പിന്നെ ചിലപ്പം 2-3 ജോലിക്കാരൂടെ ഉണ്ട്. ഇപ്പം സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഇട്ടിട്ടുണ്ട് പെരുന്നാൾ പ്രമാണിച്ച്. അപ്പൊ അവര് ഇപ്പം നമ്മുടെ കളമശ്ശേരിന്ന് ലൈൻ പോകുന്നുണ്ട് 13 മിനിറ്റത്തേന്. അപ്പം നമുക്കിവിടെ വരുന്നത് 3 ഫീഡറുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഒന്ന് MRF എന്ന് പറയുന്നതും, പിന്നെ ഒന്ന് മണർകാട് എന്ന് പറയുന്നത്, പിന്നെ നീറിക്കാട്. പാമ്പാടിയിൽ നിന്നും പുതുപ്പള്ളിയിൽ നിന്നൊക്കെ എടുക്കാൻ സംവിധാനമുണ്ട്. എങ്കിലും നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നതിനെയാണ്. എത്ര മിനിറ്റത്തേന് ഓഫാക്കുന്നത്? അത് 13 മിനിറ്റത്തേന് അവരുടെ സബ്സ്റ്റേഷനിൽ നിന്ന് ആ ഫീഡറുകൾ ഓഫാക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ മൊത്തം എത്ര പേരുണ്ട് ജോലി? ഞങ്ങള് 10-26 പേരോളം ഉണ്ട്. അപ്പം നൈറ്റ് ഡ്യൂട്ടിക്ക് ഉള്ളവരാണ് ഇനി ഇങ്ങോട്ട് വരാനുള്ളത്. അവരുണ്ട്, പുറത്ത് പോയിരിക്കുകയാണ്. ഇവിടെ എങ്ങനെ അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ നമ്മുടെ ഇവിടെ അപകടം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം അത് അങ്ങനെ ഉണ്ടാകരുത്, ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് ആൾക്കാർക്ക്. അല്ല, പത്രത്തിലൊക്കെ ഇതിനെപ്പറ്റി ന്യൂസ് വരുമ്പോഴത്തേന് അടിയിൽ ഇങ്ങനെ KCBയുടെ മുന്നറിയിപ്പ് എന്നും പറഞ്ഞ് കൊടുക്കണം. പക്ഷെ അത് ജനങ്ങൾ അത്ര ഇതായിട്ട് എടുക്കുന്നില്ലെന്നത്. അത് എടുക്കുന്നില്ല. അതാ അവരോട് നമ്മള് പറഞ്ഞു കൊടുക്കുക, ഇത് കണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ വഴി കൂടെ പോകുന്ന ഒരാളാണ് ഈ മെസ്സേജുകൾ കാണുമ്പോഴും ചിത്രങ്ങൾ കാണുമ്പോഴൊക്കെ അവർക്ക്. അതെ, ഞാനിപ്പം പോയപ്പോ ഇതെല്ലാം കണ്ടപ്പോഴാണോ ഒന്ന് ശ്രദ്ധിച്ചത്. സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡെന്ന് നോക്കാം, രാത്രിയിലൊക്കെ ലൈറ്റ് ഒക്കെ അകത്ത് മാത്രമേ കാണത്തുള്ളൂ. അതെ അതെ, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. അത് കാരണം ആൾക്കാർക്ക് ഒരു ശ്രദ്ധ വരും. അതിലെ വരുന്ന വണ്ടിക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളൊരു ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിഫലം കിട്ടണമല്ലോ. നമ്മള് നമ്മുടെ ഇവിടെയുള്ള ജോലിക്കാർക്കും ഒക്കെ ഇതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സംവിധാനങ്ങളൊന്നും നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് 11 kV വരുന്ന സിസ്റ്റം. ഇതുണ്ട് 11 kVയുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം. അത് നമ്മൾ ഇത് ഈ ഓഫീസിന്റെ ഉദ്ഘാടന സമയത്ത് നമ്മൾ ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞ ഇതുകൊണ്ട് ഇതാ ഫീഡറുകൾ കാണിക്കുന്നത്, മണർകാട്, നീറിക്കാട്, കളത്തിക്കുടി. അപ്പൊ പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ കളറെ നോക്കിയാൽ അത് എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിന്റെ ഇതുണ്ട്, ഈ കാണുന്നതൊക്കെ നമ്മുടെ AB-കളാണ്, AB സ്വിച്ചുകളാണ്. അതിന്റെ ബോർഡർ AB, അതുപോലെ നമുക്ക് ബാക്ക് ഫീഡ് ചെയ്യാനുള്ള സംവിധാനങ്ങള്. അപ്പൊ ഏകദേശം എല്ലാ ഇതിലുണ്ട്. അതിന് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞ് അല്ലെങ്കിൽ പോയി കാണുമ്പോഴത്തേനും വഴി തെറ്റി പോകുന്നെങ്കിൽ എവിടെയാണ് നോക്കിയാൽ അറിയാൻ പറ്റും. അതിനാണ് ഓരോ കളർ കൊടുത്തിരിക്കുന്നത്. ഇതും മറ്റുള്ളവരുടെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇതുണ്ട് ബോർഡ്, ഇങ്ങനത്തെ ഏരിയ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ ആരും ഇത് അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യമാണ്.
അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്തപ്പോ നമ്മളെ ചീഫ് എഞ്ചിനീയർ വന്ന് അഭിനന്ദിക്കും. എവിടെയാ പെട്ടെന്ന് ഒരു തകരാറുള്ളതെന്നൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരാളോട് പോയാൽ ഇന്ന സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു LPSAB എന്ന് പറയുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങളെല്ലാം മൊത്തം മനസ്സിലാക്കുമല്ലോ. അതെ അതെ അതെ. ഇവിടെ പുതിയതായിട്ട് ഒരാൾ വന്ന 2 മാസം 3 മാസം ഒക്കെ എടുക്കും. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങള് ഒറ്റയ്ക്കല്ലോ ആര് പോകുന്നു, അതെ രാത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ പകലാണെങ്കിലും പോകുമ്പോൾ മെയിൻ്റെനൻസിന് ഒഴിച്ച് ബാക്കി പോകുമ്പോൾ എപ്പോഴും 2 പേരുണ്ടാവും. അതെ. അപ്പം ഒരാള് പരിചയമുള്ള ആളായിരിക്കും, പിന്നെ പെട്ടെന്ന് തന്നെ അവരും പരിചയപ്പെട്ടോളും. പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയെടുക്കാൻ. പൊതുജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പഴി വാങ്ങുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് KSEB ആണ്. കാരണം എപ്പോഴും അപ്പൊ നമ്മളാണേലും നാട്ടുകാർ കറണ്ട് ഇല്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, പലയിടത്തും ഫോൺ എടുക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എല്ലായിടത്തും അല്ലേ. പിന്നെ നമ്മുടെ പൊതുജനങ്ങൾ എപ്പോഴും നമ്മുടെ KSEB വിളിക്കുമ്പോൾ ഒരു ഫോൺ എടുക്കാത്ത ഒരു പ്രശ്നം. നമുക്കൊരു CUG ഉണ്ട്, ലാൻഡും ഉണ്ട്. ഇത് വിളിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ചില സമയത്ത് ഒരു കമ്പി പൊട്ടി വീണ് കിടക്കുമ്പോഴായിരിക്കും ഒരാൾ കറണ്ട് ചാർജിന്റെ അല്ലെങ്കിൽ എന്റെ സംശയത്തിൽ ചോദിക്കുന്നത്. അപ്പം ഒരാൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കമ്പി പൊട്ടി വീണ് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരിങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ ഇവര് ചോദിക്കുന്നത് ബില്ല് എത്ര, എനിക്ക് പ്രാവശ്യം കറണ്ട് ചാർജ് കൂടിയല്ലോ, അതെന്താ അങ്ങനെ വന്നത്, ഇത് വരുമ്പോഴത്തേനാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് KSEB എപ്പോഴും 1912 എന്ന് പറഞ്ഞ നമ്പർ വിളിച്ചാൽ എമർജൻസി ആയിട്ടല്ലേ, അത് ഏത് വിളിച്ചാലും എവിടുന്ന് എത്ര സെക്ഷനിൽ നിന്ന് വിളിച്ചാലും അവിടെ കിട്ടും, നമുക്ക് അന്നേരം മെസ്സേജ് വരും. അതനുസരിച്ച് ലാൻഡ് നമ്പർ ഉപയോഗിക്കാതിരിക്കുക, മറ്റേ ഈ നമ്പർ 1912 വിളിച്ചാൽ കിട്ടും. പിന്നെ ഇവിടെ ഉണ്ട് അതെ, എല്ലാരും അതാ പറയുന്നത്. ഇപ്പൊ വെടിച്ചിട്ട് എടുക്കാതെ വരുമ്പോ ഫോൺ മാറ്റി വെച്ചിരിക്കാന്ന് പറയുന്നത് എല്ലാരും പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഈ നാട്ടിലെ മണർകാട്ടിലെ ജനങ്ങള് ഞങ്ങളോട് പരിപൂർണമായിട്ട് സഹകരിക്കുന്നു. നമ്മളെ പറ്റി നല്ല നല്ല പോസ്റ്റുകളൊക്കെ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് അറിയാം നമ്മുടെ ബുദ്ധിമുട്ടറിയാം. മഴയത്തൊക്കെ ആണെങ്കിലും നമ്മൾ മഴ നനഞ്ഞും ഈ പോസ്റ്റിലൊക്കെ കയറാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും ഇന്ന് കിട്ടിയില്ലേലും കുഴപ്പമില്ല, അവർക്ക് ആ അപകടം. അപ്പൊ അവര് നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ വീട്ടുകാരിയ്ക്കുന്നുള്ള നല്ല ബോധം അവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ ജീവനക്കാര് കുറവ് വരുമ്പോഴത്തേനാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഒരു പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു കാറ്റും മഴയൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നു കഴിയുമ്പോഴത്തേന്. അതെ അതെ. പിന്നെ ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടുന്ന് റിട്ടയർഡ് ആയ ആൾക്കാരെ കുറെയൊക്കെ ഞങ്ങൾ താൽക്കാലികമായിട്ട് നിയമനം നടക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല പരിചയം. പിന്നെ അതെ തീർച്ചയായും ആ പരിചയപ്പെട്ട് എടുക്കുന്നുണ്ട്. ശരിയാണ്. ശരി. ഇത് മണർകാട് കവലയാണ്, KK റോഡ്. ഇവിടുന്ന് അയർക്കുന്നത്തിനുള്ള വലത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോഴത്തേന് മണർകാട് പള്ളിയിലേക്ക് തിരിയുമ്പോഴത്തേന് തന്നെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസ്. ഈ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പള്ളി റോഡിലോട്ട് സ്വല്പം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് മണർകാട് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് KSEB നടത്തിയ ഈ ഒരു പ്രോഗ്രാം പൊതുജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. പുതിയ വാനം, പുതിയ ഭൂമി, ഉണരുമൂർജം, വിജയനാളം.